من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد اللهم اغفر لنا ورحمنا ولوالدينا ولجميع المؤمنين والمؤمنات باب ما جاء في صفة إدام رسول الله صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭക്ഷണത്തിലുള്ള കൂട്ടാൻ എന്തായിരുന്നു? നമുക്കിപ്പോൾ വീട്ടിലൊക്കെ ചോറും കറി മാത്രമല്ല, മീനുണ്ടാവും, പിന്നെ പച്ചക്കറികളുണ്ടാകും, എന്തൊക്കെയോ ഒക്കെ ഉണ്ടാവുമല്ലോ. നബി തങ്ങൾക്ക് എന്താ ഉണ്ടായിരുന്നത്? ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആയിഷ റളിയല്ലാഹു അൻഹാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി ഒരിക്കൽ പറഞ്ഞു, നേമൽ ഇദാമു അൽ ഖല്ലു, സുർക്ക നല്ല കൂട്ടാനാട്ടോ പറഞ്ഞു. സുർക്ക നല്ല കൂട്ടാനാണ്. അപ്പോൾ പത്തിരിയും അല്ലെങ്കിൽ അതിന് കുബൂസൊക്കെ അല്ലേ ഉണ്ടാകുക, അതങ്ങനെ തിന്നുക. അപ്പോൾ അതിക്കൊരു സുർക്ക കിട്ടിയാൽ അത് നല്ല കൂട്ടാനാണ്. സുർക്കൊക്കെ അപ്പോൾ കൂട്ടി തിന്നാൻ പറ്റുമോ? കൂട്ടാനാക്കിയിട്ട് അത് കൂട്ടാനൊക്കെ കൂട്ടണ സാധനമല്ലേ സുർക്ക, അല്ലാതെ അത് സ്വയം കൂട്ടാനല്ലല്ലോ. പക്ഷേ വിശുദ്ധ സമതങ്ങൾ അതിനെ അഭിനന്ദിച്ച് പറയുകയാണ്, ഏറ്റവും ചെറിയ ആ കൂട്ടാനെ കുറിച്ച് നിഅമൽ ഇദാം, ഒക്കെ മുന്തിയ കൂട്ടാനാണ് സുർക്കൊക്കെ. അപ്പോൾ എത്ര കൂട്ടാനുണ്ടായിരുന്നു? النعمان بن بشير رضي الله عنه ألستم في طعام وشراب ما شئتم. നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു തആല അൻഹു തൻ്റെ ശിഷ്യന്മാരോട് പറയണേ, നബി തങ്ങൾക്ക് ശേഷമാണ് പറയണത്, നിങ്ങളൊക്കെ വലിയ സുഖത്തിലല്ലേ? അലസ്തും ഫി തആമിൻ വശറാബിൻ മാ ശിഅ്തും, നിങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും കഴിച്ച് ജീവിക്കല്ലേ? ലഖദ് റഅയ്തു നബിയ്യക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമാ യജ്ദു മിന ദഖലി മാ യംലഉ ബത്നഹു. ഈ തട്ടുകാരൊക്കെ അല്ലേ, അതുകൊണ്ട് വേറെ നടക്കാൻ പോലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ആ കാരക്ക എന്ന് പറഞ്ഞാൽ പ്രത്യേക പേരൊന്നും ഉണ്ടാവില്ല. ഏറ്റവും ചെറിയ കാരക്കേന്ന് കേടുന്ന താന്ന കാരക്ക ഉണ്ടാവില്ലേ, എല്ലാത്തിനും ഉണ്ടാവുള്ള ഒരു പൊട്ടും പൊടി ഉണ്ടാവുമല്ലോ, എടുക്കാച്ചരക്കായിട്ടുള്ളേ, എല്ലാം തിരഞ്ഞെടുത്തതിന് ശേഷം ബാക്കിയൊക്കെ ഉണ്ടാണ്. അതുകൊണ്ട് വരെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വയറ് ഇറക്കാനുണ്ടായിരുന്നില്ല. നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സ്വഹാബി പറയാണ്, നിങ്ങൾക്കൊക്കെ എന്തൊരു സുഖാപ്പം. അൻ സഹ്ദമിൽ ജർമി റളിയല്ലാഹു അൻഹു കുന്ന ഇൻദ അബീ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാണ്, ഞങ്ങൾ സഹാബി വര്യനായ ഞങ്ങളെ ഗുരു അബൂ മൂസൽ അശ്അരിൻ്റെ അടുത്തായിരുന്നു. ഫൂത്തിയ ബിൽ അഹ്മി ദജാജി. അപ്പോൾ എന്ത് ചെയ്തു? ഫൗത്തിയ ബിൽ അഹ്മി ദജാജിൻ, എന്ത് ചെയ്തു? കോഴിയിറച്ചി കൊണ്ടുവന്നു. കോഴി, അബൂ മൂസൽ അശ്അരി സഹാബി, റസൂലുള്ളാഹിൻ്റെ സഹാബിയാണ്. അപ്പോൾ കോഴിയിറച്ചി കൊണ്ടുവന്നപ്പോൾ ഫതനഹ റജുലുൻ മിനൽ ഖൗമി, അപ്പോൾ ഒരാളത് വേണ്ടാന്ന് പറഞ്ഞു. എനിക്ക് ആ കോഴിയിറച്ചി വേണ്ടാറ്. എന്താണ് എനിക്ക് വേണ്ടാത്ത ചോദിച്ചു. ഇനി റൈത്തത്, അതിങ്ങനെ എന്തോ ഒരു കാസ്റ്റോ അങ്ങനെയൊക്കെ തിന്നണേ ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. എന്തോ ഒരു കാഷ്ടം കഴിക്കുന്നത് കോഴികൾ ചിലപ്പോൾ തിന്നുമല്ലോ, ഞാൻ കണ്ടു. ഫഅലഫ്തല്ല, ഞാനത് തിന്നൂല എന്ന് സത്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അബൂ മൂസൽ അശ്അരി താനു ഉദിനും വാ, ഫഇന്നി റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്കുലു ലഹ്മ ദജാജ്, നബി തങ്ങൾ കോഴിയിറച്ചി തിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പം എന്താ നിനക്കായിട്ട്? അങ്ങനെ സത്യം ചെയ്യാനൊന്നും പറ്റില്ല. നബി തങ്ങൾ ഒരിക്കൽ കോഴിയിറച്ചി തിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അംർ ഇബ്നു സഫീനത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, സഫീനത്ത് റളിയല്ലാഹു അൻഹു നബിൻ്റെ ഖാദിമാണ്. നബിൻ്റെ വീട്ടിലെ ഖാദിമായിരുന്നു സഫീനത്ത് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാണ്, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്കൽതു മാ റസൂലില്ലാഹി ലഹ്മ ഹുബാറ, ഞാനൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഈ കൊക്കിൻ്റെ ഇറച്ചി തിന്നനെ ഞാൻ കണ്ടു.
കൊക്ക് എന്നാണ് മനസ്സിലാകുന്നത്. ഹബാറ പല അർത്ഥമുണ്ട് അതിന്. ഈ സ്വഹാബികൾ എന്ത് ചെയ്യും? ഈ കാട്ടുന്നോ മറ്റൊക്കെ എന്ത് ചെയ്യും? അപ്പോൾ സഹാബികൾ ഈ വേട്ടയാടി പിടിച്ചുകൊണ്ടുവരും. ഇപ്പോൾ കൊക്ക് അങ്ങനെ പല പ്രാവിനൊക്കെ അവരെന്ത് ചെയ്യും? കിട്ടിയാൽ നബിൻ്റെ അടുത്ത് കൊണ്ടു കൊടുക്കുക ചെയ്യുക. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം. അങ്ങനെ ഒരു പതിവുണ്ടായിരുന്നു. പ്രത്യേകിച്ചും വേട്ടയാടാൻ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അറാബികളൊക്കെ. അവർക്ക് പ്രത്യേക എന്തെങ്കിലും കാര്യമായ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ നബിൻ്റെ അടുത്ത് കൊണ്ടു കൊടുക്കും. ഇപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് പോകും കൊണ്ടുവരാൻ കഴിച്ചില്ലല്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ നാട്ടിലെ ഓലന്മാർക്കൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ടല്ലോ ഇഷ്ടപ്പെട്ടാൽ. പിന്നെ ഇനി സഹ്ദമുൽ നബി മൂസ റളിയല്ലാഹു അൻഹു സഹ്ദമുൽ ജർമി പറയാണ്, ഞങ്ങൾ ഉസ്താദ് സഹാബിവര്യനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹുവിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ ഖുദ്ദിമ തആമുഹു വ ഖുദ്ദിമ ഫീ തആമിഹി ലഹമു ദജാജി വഫിൽ ഖമറജിൻ ബനി തൈമിൽ അഹ്മറു കഅന്നഹു മൗല. നേരത്തെ പറഞ്ഞു തന്നെ ആ കോഴിയിറച്ചി കൊണ്ടുവന്നപ്പോൾ തിന്നില്ലായിരുന്നു. അപ്പോൾ പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് തിന്നുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ അപ്പോൾ കോഴിയിറച്ചിയൊക്കെ തിന്നാൽ എവിടെയൊക്കെ എന്തൊക്കെയോ ഒക്കെ കഴിക്കുമെന്ന് നോക്കണ്ട. ഇനി അബൂ അസ്സീദ് റളിയല്ലാഹു അൻഹു എന്ന സഹാബി പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുലു സൈത വദ്ദഹിനു ബിഹി ഫഇന്നഹു മിൻ ഷജറത്തി മുബാറക. നിങ്ങൾ സൈത്തെണ്ണ ഭക്ഷിക്കണം. സൈത്തെണ്ണ വദ്ദഹിനു ബിഹി, അത് നിങ്ങൾ എണ്ണയായിട്ട് ഉപയോഗിക്കുകയും വേണം. തലയിലോ ഒക്കെ ഉപയോഗിക്കാൻ, ശരീരത്തിലൊക്കെ തേക്കാൻ. ഫഇന്നഹു മിൻ ഷജറത്തി മുബാറക, അത് ബർക്കത്തുള്ള മരത്തിൽ നിന്നാണ്. സൈത്ത് ഒലീവ് മരത്തിൽ നിന്നുള്ളതാണ്. ഖുർആൻ പറയുന്നതിന് ബർക്കത്തുള്ള മരമാണ്. മസലുഹും കനൂരി എന്താ ഖുർആനില്ലേ? അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ഫീ സുജാജ അസുജാജതു കഅന്നഹാ കൗകബുൻ ദുർരിയ്യുൻ യുഖദു മിൻ ഷജറത്തിൻ മുബാറകത്തിൻ ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യ യകാദു സൈതുഹാ യുളീഉ വലൗ ലം തംസസ്ഹു നാർ നൂറുൻ അലാ നൂർ എന്നൊക്കെ ഖുർആൻ പറയുന്ന ഷജറത്ത് മുബാറക്കത്തിൽ എണ്ണ എന്നാണ്. അത് സൈത്തെണ്ണയാണ്. അപ്പോൾ സൈത്തെണ്ണ ഉപയോഗിക്കുന്നത് നല്ലതാണ്. നബി പറഞ്ഞു, നിങ്ങൾ സൈത്ത് കഴിച്ചോളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. വദ്ദഹിനു ബിഹി, അത് എണ്ണയായിട്ട് ഉപയോഗിച്ചോളൂ. ഈ ചൂടുള്ള രാജ്യത്തൊക്കെ, നല്ല ചൂടുള്ള രാജ്യങ്ങളിലൊക്കെ ഈ സൈത്തെണ്ണ വലിയ ഉപകാരം. ഇതിപ്പോൾ ഏതൊക്കെ രാജ്യത്തേക്ക് അപ്ലൈ ചെയ്യാൻ പറയാൻ നമുക്ക് ചോദിച്ചാലൊക്കെ ആരോഗ്യ സംബന്ധമായ ഉപദേശങ്ങളാണ്. അപ്പോൾ നബി അവരോടാണ് പറഞ്ഞത്. അപ്പോൾ അത് ഒരു രാജ്യക്കാർക്ക് തലയിലിട്ടാൽ നല്ലതേക്കാനും വേറെ രാജ്യക്കാർക്ക് ഇപ്പോൾ തണുപ്പുള്ള സാധനമായിരിക്കും. അപ്പോൾ തണുപ്പുള്ള സാധനം അടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കണ്ണുക്ക് നീരിറങ്ങും, തലവേദനയൊക്കെ ഉണ്ടാവും. ഒക്കെ ശ്രദ്ധിക്കണം കേട്ടോ. പക്ഷേ ഭക്ഷണത്തിനും കാര്യങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരുപാട് ഉപകാരമുള്ള മരമാണ് സൈത്ത്. എണ്ണ കിട്ടും, കൂട്ടാനാക്കുവാണെങ്കിൽ അതും പറ്റും. ചോറ്റക്കുള്ള കൂട്ടാനും ആക്കുക. സൈത്തിൻ്റെ കായ് പച്ചയാവുമ്പോൾ നല്ല രസമാണ്. അതായത് ഈ സൈത്തൂൻ മരത്തിൻ്റെ പ്രത്യേകത, അതിൽ ഉപകാരമില്ലാത്ത ഒരു സാധനവും ഇല്ല എന്നുള്ളതാണ്. ആ മരം ഉണ്ടായി അതിലെ കായ് വരെ, കൊമ്പും ഇലയും ചുള്ളിയും തോലും സർവം ഉപകാരമുള്ളതാണ്. അപ്പോൾ ബർക്കത്താക്കപ്പെട്ട മരുന്ന് പരിശുദ്ധ ഖുർആൻ ശരിയാവും ചെയ്യും. ബർക്കത്തിക്കാനോ മതി. അമ്പിയാക്കളുടെ കേന്ദ്രഭൂമിയായിരുന്നു ഫലസ്തീൻ. ആ ഫലസ്തീനിലാണ് ഈ സൈത്തൂൻ മരത്തിൻ്റെ ഉത്ഭവം. അപ്പോൾ അമ്പിയാക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ട മരമാണ്. അപ്പോൾ ബർക്കത്താക്കപ്പെട്ട മരം എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ മരം. ശരി, അപ്പോൾ സൈത്താണ് എല്ലാവരും ഉപയോഗിക്കുക. ഇനി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു
കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യജിബു ദുബ്ബാവ്. നബി തങ്ങൾക്ക് ചിരങ്ങ ഇഷ്ടമായിരുന്നു. ചിരങ്ങ കുമ്പളങ്ങ എന്നൊക്കെ പറയാം. ഫൗതിയ ബി തആമിൻ ഔ ദുയ്യലഹു. അപ്പോൾ ഒരിക്കൽ നബി തങ്ങൾക്ക് ആരോ അത് കൊണ്ടെടുത്തു, കുമ്പളങ്ങ ചിരങ്ങ കൊണ്ടെടുത്തു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ജഅൽതു അത്തതബ്ബഉഹു. അനസ് റളിയല്ലാഹു അൻഹു നബിൻ്റെ ഖാദിമാണല്ലോ. ഞാൻ ഇറച്ചിയും കുമ്പളങ്ങയാണ് വെച്ചിട്ടുണ്ടാവുക, ഇറച്ചിയും കുമ്പളങ്ങയും അല്ലേ. ഞാനതിലെ കഷ്ണങ്ങൾ ഇങ്ങനെ തിരഞ്ഞെടുത്തിട്ട് അളഹു ബൈന യദൈഹി ലിമാ അലിമ അന്നഹു, അത് നബിൻ്റെ മുന്നിൽ ഇങ്ങനെ വെച്ചു കൊടുത്തു. കാരണം എനിക്കറിയാം നബിക്ക് അത് ഇഷ്ടമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കറിയുന്നത് തിരഞ്ഞെടുത്ത് കഴിക്കാറുണ്ട്. ഇറച്ചിയും കുമ്പളങ്ങയും വെച്ചാൽ ആ കഷ്ണം മാത്രം എടുത്ത് വല്ലാതെ കഴിക്കും. അപ്പോൾ നബിക്കത് ഇഷ്ടമായതുകൊണ്ട് ഞാനെന്ത് ചെയ്തു? ആ പാത്രത്തിൽ നിന്ന് അതിങ്ങനെ കയ്യിലുകൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ തിരഞ്ഞു പിടിച്ചിട്ട് നബിൻ്റെ മുന്നിൽ ഇങ്ങനെ വെച്ചു കൊടുത്തു. നബി അതിങ്ങനെ കഴിച്ചു. അങ്ങനെ ഖാദിമീങ്ങൾ. അപ്പോൾ അത് കഴിക്കൽ മാത്രമല്ല, ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് പറയാണ്, ദഖൽതു അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുബ്ബാ യുഖത്ത. ഞാൻ ഒരിക്കൽ നബിയുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ നബിൻ്റെ അവിടെ നബിൻ്റെ മുന്നിൽ ഒരു കുമ്പളം കണ്ട്. യുഖത്തി അതിങ്ങനെ മുറിച്ച് കൊടുക്കുകയാണ്. പെരക്കാർക്ക് കഷ്ണാക്കാൻ വേണ്ടി, കറിയാക്കാൻ വേണ്ടി കുമ്പളങ്ങൊക്കെ കഷ്ണം മുറിച്ച് ഇങ്ങനെ കൊടുക്കുകയാണ്. ചെത്തി മുറിച്ച് കൊടുക്കൂലേ കുമ്പളങ്ങയും ഇതൊക്കെ. വഖുൽതു മാ ഹാദാ. ഞാൻ ചോദിച്ചു, അല്ല നബി ഇതിപ്പോൾ എന്താ കുമ്പളങ്ങ കഷ്ണിക്കണ നിങ്ങൾ? നുക്കസ്തുർ ബിഹി താമന. ആ ഭക്ഷണം കൂട്ടുകയാണ് ഇവിടെ. ഇറച്ചി മാത്രം വെച്ചാൽ തികയില്ല. അതിൽ കുറച്ച് കുമ്പളങ്ങയൊക്കെ ഇട്ട് കഴിച്ചാൽ വലിയ കറിയാവും. ധാരാളം കറി ഉണ്ടാവും. അതാണ് ചെയ്യുന്നത്. അങ്ങനെയൊന്നും ആരും ചെയ്യരുതിട്ട്. അടുക്കളയിൽ പോയിട്ട് കുമ്പളങ്ങയും ഇതൊന്നും കഷ്ണിച്ച് തക്കാളിയോ മറ്റൊന്നും കഷ്ണിച്ച് എടുത്തിട്ട് പെരക്കാരെ സഹായിക്കരുതാരും. ആണുങ്ങളോടാ പറഞ്ഞത്. അതിൻ്റെ സുന്നത്ത് പിൻപറ്റലാവും. അതൊക്കെ ആണത്തത്തിന് പൗരുഷത്തിനെതിരാ കേട്ടോ. അപ്പോൾ നബിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം നബി എന്ത് ചെയ്തു? അത് കഷ്ണം മുറിച്ച് കൊടുക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അങ്ങനെയല്ലേ നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ. പിന്നെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന ഖയ്യാത്തൻ ദഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തആമിൻ സനഹു. അവിടെ ഒരു ടൈലർ ഉണ്ടായിരുന്നു നബിൻ്റെ മദീനയിൽ, വസ്ത്രമൊക്കെ തുന്നി കൊടുക്കുന്ന. മൂപ്പര് ഒരു ഭക്ഷണ പരിപാടി ഉണ്ടാക്കി. അപ്പോൾ നബിനെ വിളിച്ചു. നബിനെ വിളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അങ്ങനെ നബിക്ക് അങ്ങനെയൊക്കെ തന്നെയാണല്ലോ, ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഓരോ വീട്ടിലേക്ക് വിളിക്കും. ഖാല അനസ് വദഅബതു മാ റസൂലില്ലാഹി ഇലാ ദാലിക തആമി. അപ്പോൾ ഞാൻ നബിൻ്റെ കൂടെ പോയി. നബിൻ്റെ ഖാദിമാണല്ലോ അനസ് റളിയല്ലാഹു അൻഹു. വഖറബ ഇലാ റസൂലില്ലാഹി ഖുബ്സൻ മിൻ ശഈരിൻ വമറഖൻ ഫീഹി ദുബ്ബാൻ വഖദീദ്. അപ്പോൾ എന്ത് ചെയ്തു? നബിക്ക് അന്ന് കൊണ്ടുവന്ന ഭക്ഷണം ഷൈറിൻ്റെ കുബൂസാണ്. ഷൈറോട് ഉണ്ടാക്കിയ കുബൂസ്. യവം. പിന്നെ മറക്കൻ കറിയുണ്ട്, പത്തിരിക്ക് കറിയുണ്ട്. ഫീഹി ദുബ്ബാവുൻ വഖദീദുൻ. അതിൽ കുമ്പളം കണ്ടിട്ടുണ്ട്. വഖദീദുൻ, ഖദീദ് എന്ന് പറയുന്ന ആ സാധനം ഇട്ടിട്ടുണ്ട്. ഖദീദ് എന്ന് പറഞ്ഞാൽ എന്താ? ഉണക്കിയ ഇറച്ചി, വെയിലത്തിട്ട് ഉണക്കിയ ഇറച്ചി. അവരെ രീതി അങ്ങനെ ഇടുന്നു. എല്ലാ ദിവസവും മാർക്കറ്റിൽ പോയിട്ട് ഇങ്ങനെ ഇറച്ചി അങ്ങനെ രീതിയൊന്നുമല്ല. ഇറച്ചി ഒരാടിനൊക്കെ അറുത്താൽ പിന്നെ അതിൻ്റെ മാംസം ഇങ്ങനെ ചെറിയ നൂല് മാതിരി നീളത്തിലാക്കിയിട്ട് അരിഞ്ഞിട്ട് അതിങ്ങനെ തൂക്കുക ചെയ്യുക. തീയിലിട്ട് ചൂടാക്കി ഉണക്കുക, തീയടിയിൽ കത്തിച്ചിട്ട് ഉണക്കുക, അല്ലെങ്കിൽ വെയിലത്തിട്ട് ഉണക്കുക. അത് രണ്ടും സാധ്യമാണ്. പിന്നെ അതിങ്ങനെ പാത്രത്തിലിട്ടൊക്കെ ചെയ്യാം. ഉണക്കമീൻ മാതിരി, ഉണക്കമീനൊക്കെ കണ്ടില്ലേ? അതിപ്പോൾ എന്ത് ചെയ്യൽ? ഉപ്പിട്ടിട്ട് വെയിലത്തിട്ട് കടപ്പുറത്തിട്ട് ഉണക്കിയിട്ട് പിന്നെ നമ്മൾ 1, 2, 3, 4, 5 മാസം കഴിഞ്ഞിട്ടൊക്കെയാണല്ലോ നമുക്ക് കിട്ടുക. അത്രയും പഴക്കമുണ്ടാവും, കേടൊരുമൊന്നുമില്ല. ഇറച്ചി അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കറിയാണ് കിട്ടിയത്. റായിത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി തങ്ങൾ എന്താ പറയുന്നത്? അതിലുള്ള കുമ്പള കഷ്ണം, കുമ്പളം എന്ന് പറയാറില്ല നിങ്ങൾ? ആ കഷ്ണം അങ്ങനെ തിരഞ്ഞെടുക്കുന്നുണ്ട്. പല മസലു ഹിബുദ്ദുബാൽ. അപ്പോൾ പിന്നെ നബി തങ്ങൾ തിരഞ്ഞെടുക്കാൻ കണ്ടപ്പോൾ എനിക്കതിനോട് അഭിയൊന്നുമില്ല, താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അനസ് റളിയല്ലാഹു പറയാണ്,
റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ എനിക്കും ഇഷ്ടമായി. പിന്നെ ഞാനും എവിടെ ചെന്നാലും കുമ്പളം കട്ട കറിയാണ് വെച്ചതെങ്കിൽ ആ കുമ്പളം അതിങ്ങനെ തിരഞ്ഞെടുക്കുന്ന രീതിയുണ്ട്. നബിക്ക് ഇഷ്ടപ്പെട്ട് ഞാനും ഇഷ്ടപ്പെടുക എന്നല്ല, വേറൊന്നുമല്ല. നബി കുമ്പളം ഇഷ്ടപ്പെട്ടിരിക്കണം, അപ്പോൾ എനിക്കും ഇഷ്ടം. നമ്മളും ഇഷ്ടപ്പെടണം. ഇതാണ് സംഭവം. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്, കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.